ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 5th ചാപ്റ്റർ ആണ് കേട്ടോ, ഫൺ വിത്ത് ഷേപ്സ്. അപ്പോൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് മക്കൾക്ക് മറ്റ് ക്ലാസ്സുകളാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെ ചാനലിൽ കയറി വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ എന്താണ്, ഡാഡ് മേക്കിംഗ് ദോശ അല്ലേ, അച്ഛൻ ചുട്ട ദോശയാണ്. അപ്പോൾ ഇതാ ഇവിടെ അച്ഛൻ ദോശ ചുടുന്നൊരു പിക്ചർ കാണിക്കുന്നുണ്ട് അല്ലേ. ഇനി ഇവിടെ ഒരു പാട്ടുണ്ട്, അപ്പോൾ നമുക്കതൊന്ന് ചൊല്ലി നോക്കാം. ദോശ ദോശ ഹിസ്സിങ് ദോശ, സിസ്ലിംഗ് ദോശ, ഡാഡ് മേക്കിംഗ് ദോശ, മാം സെർവിങ് ദോശ, സ്മോൾ ആൻഡ് റൗണ്ട് ദോശ, നൈസ് ആൻഡ് ടേസ്റ്റി ദോശ. അപ്പോൾ മക്കളെ, ദോശയുടെ ഷേപ്പ് എന്താണ്? ദോശ എല്ലാവരും കണ്ടിട്ടും കഴിച്ചിട്ടും ഒക്കെ ഉണ്ടാവില്ലേ. ദോശയുടെ ഷേപ്പ് എന്താണ്? റൗണ്ടാണ് അല്ലേ, സ്മോൾ ആൻഡ് റൗണ്ട് ദോശയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്, ലെറ്റ്സ് ഡ്രോ എ ദോശ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ തന്നിട്ടുള്ള ഡോട്ട്സ് ഒക്കെ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ മക്കളത് ജോയിൻ ചെയ്യാം കേട്ടോ. നൗ ഡ്രോ ബൈ യുവർ സെൽഫ്. എന്നിട്ട് നിങ്ങളും അതുപോലെ ഒരു ദോശയുടെ വട്ടം പോലെ നിങ്ങളും വരയ്ക്കാം. ഇനി ഓരോരുത്തരും എത്ര എണ്ണം വീതം കഴിച്ചു നോക്കിയാലോ. ഡാഡ് 8 7 അല്ലേ, ഡാഡ് എത്ര എണ്ണം കഴിച്ചു? 7. മോം 8 6, റിനി 8 4, റയാൻ 8 2, ടുട്ടു കാറ്റ് 1. അപ്പോൾ എത്രയാണ്? ഡാഡ് 7 ആണ്, മോം 6 ആണ്, റിനി 4, റയാൻ 2 ആണ്, ടുട്ടു 1. അപ്പോൾ ആ ഒരു നമ്പർ ഇവിടേക്ക് നമുക്ക് എടുത്തെഴുതാം. റൈറ്റ് ദ നമ്പർ ഓഫ് ദോശാസ് അല്ലേ. ആദ്യം ഡാഡ് എത്രയാ? 7 ആണ്, മോം 6 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാ? 7 + 6 എത്രയാ മക്കളെ? 13 അല്ലേ. ഇനി റിനി കഴിച്ചിട്ടുള്ളത് 4 ആണ്, റയാൻ 2 ആണ്. അപ്പോൾ 4 + 2 എത്രയാ? 6. ഓക്കെ അല്ലേ. ഇനി ഡാഡ് ആൻഡ് മോം ടുഗദർ ഈറ്റ്. ഡാഡും മോമും കൂടെ കഴിച്ചത് എത്രയായിരുന്നു? 13. റിനി ആൻഡ് റയാൻ ടുഗദർ ഈറ്റ് അല്ലേ, റിനിയും റയാനും കൂടെ കഴിച്ചത് 6 ആണ്. ഇനി ടുട്ടു കാറ്റ് 8 അല്ലേ, ടുട്ടു കാറ്റ് എത്ര എണ്ണം കഴിച്ചു? 1. അപ്പോൾ മൊത്തം എത്രയായി? ടോട്ടൽ എത്രയാണ്? 13 + 6 എത്രയാ മക്കളെ? 19. 19 + 1 20 ആണ് ടോട്ടൽ ദോശ അല്ലേ. എല്ലാവരും കൂടെ കഴിച്ച ദോശ 20 ആണ്. റൈറ്റ് ദ നെയിംസ് ആൻഡ് കാൽക്കുലേറ്റ്. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 2 ആൾ കഴിച്ചാൽ ടോട്ടൽ 10 കിട്ടണം എന്ന് ഫസ്റ്റ് ലൈനിൽ തന്നിട്ടുണ്ട്. സെക്കൻഡോ, 3 ആൾ കഴിച്ചാൽ 3 പേര് അല്ലേ കഴിച്ചാൽ 10 കിട്ടണം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരൊക്കെ കഴിച്ചത് കൂട്ടി നോക്കുമ്പോഴാണ്, പ്ലസ് ചെയ്യുമ്പോഴാണ് 10 കിട്ടുക? 2 ആളെ പാടുള്ളൂ. ആരൊക്കെയാ? നമുക്ക് ആരെഴുതാം? റിനി 4 ആണ്, അതുപോലെ തന്നെ മോം 6 ആണ് അല്ലേ. അപ്പോൾ 6 + 4 10 അല്ലേ. അപ്പോൾ നമുക്കത് ഇവിടെ എഴുതാം. ഇനി 3 ആളുടേത് കൂട്ടുന്ന സമയത്ത് 10 കിട്ടണം. അപ്പോൾ ആരുടെയൊക്കെയാണ് ബാക്കിയുള്ളത്? ഡാഡ് 7 ആണ്, റയാൻ 2, ടുട്ടു കാറ്റ് 1. അപ്പോൾ 3 ആളുടേതും കൂടെ കൂട്ടുന്ന സമയത്ത് എത്രയായി? 10 ആയി അല്ലേ. നെക്സ്റ്റ് റോബോട്ട്. റയാൻ ഉണ്ട്, റിനി ഉണ്ട്. റയാൻ എന്താ പറയുന്നത്? വാവ് മൈ റോബോട്ട് അല്ലേ. ഹായ് എൻ്റെ റോബോട്ട് എന്ന് പറയാണ്. അപ്പോൾ റിനി പറയും there are circles on it too. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് സർക്കിൾസ് ഒക്കെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? സർക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റൗണ്ട് അല്ലേ, വട്ടമാണ്. ദോശയുടെ ഷേപ്പുള്ള വട്ടമാണ്. അപ്പോൾ ഹൗ മെനി സർക്കിൾസ്? എത്ര സർക്കിൾ ഉണ്ട്? അപ്പോൾ നമുക്കൊന്ന് എണ്ണി നോക്കാം. എൻ്റെ കൂടെ എണ്ണണേ. തലയിൽ 1 ഉണ്ട്, പിന്നെ 2 കണ്ണുകളില്ലേ. അപ്പോൾ 1 2 3 ആയി അവിടെ. പിന്നെ കയ്യിൽ 1, അപ്പോൾ 4. പിന്നെ ഏതാ? മുൻഭാഗത്ത് തന്നെ 1 2 3 ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ കയ്യിൽ 1 ഉണ്ട്. മൊത്തം എത്ര എണ്ണം ഉണ്ട് മക്കൾ? എണ്ണി നോക്കിക്കേ. 8 അല്ലേ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? അതുപോലെ ഒരു റോബോട്ടിൻ്റെ ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ദ ഡോട്ട്സ് ആൻഡ് കളർ. അപ്പോൾ ഈ ഡോട്ട്സ് മക്കൾ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ, പെൻസിൽ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നല്ല കളറൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കണേ. നെക്സ്റ്റ് എന്താണ്? മിസ്സിംഗ് പാർട്സ്. ഇവിടെ ലാപ്പിൽ തന്ന ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അത് ആരുടെ പിക്ചറാണ്? സീ ദ ഡോഗി ഇൻ ദ പിക്ചർ. അപ്പോൾ ഡോഗിയുടെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡ്രോ ദ മിസ്സിംഗ് പാർട്സ് ഇൻ ദ പിക്ചർ ബിലോ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ചിത്രത്തിൽ കുറച്ച് പാർട്സൊക്കെ മിസ്സായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ചെവിയില്ല, വാലില്ല, കാല് 1 മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അത് മക്കൾ എന്താണ്?
ട്രയാങ്കിളാണ് ചെവിയായിട്ടും വാലായിട്ടും മൂക്കായിട്ടും ഒക്കെ വരയ്ക്കേണ്ടത്. കണ്ണിൻ്റെ ഉള്ളിലൊരു കുത്ത് കൊടുക്കാനുണ്ട്. പിന്നെ താഴെ 3 റെക്റ്റാങ്കിളും കൂടെ വരയ്ക്കണം. ഇതൊക്കെ സ്കെയിൽ ഉപയോഗിച്ച് നീറ്റായിട്ട് വരയ്ക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് പേജിൽ എന്താണ്? ഡോട്ട് ഡ്രോയിങ് ആണ് അല്ലേ, കുത്തുകൾ യോജിപ്പിച്ച് വരയ്ക്കാനാണ്. അപ്പോൾ ഇവിടെ കുട്ടി എന്താണ്, കയ്യിലൊരു സാധനം ഉണ്ടല്ലേ കുട്ടിയുടെ, എന്താണത്? ദർ ഈസ് സ്നാക്ക്. അതൊരു സ്നാക്കാണ്. വിച്ച് ലുക്സ് ലൈക്ക് ദിസ്. അപ്പോൾ അത് എന്ത് പോലെയാണ് ഉള്ളത്? അപ്പോൾ മറ്റേ കുട്ടി പറയാണ് യാ സമൂസ അല്ലേ, സമൂസ പോലെയാണ് എന്ന് പറയാണ്. ഇത് സമൂസയാണ് എന്ന് പറയാണ്. അപ്പോൾ അത് എന്താണ് സമൂസയുടെ ഷേപ്പ്? ഒരു ട്രയാങ്കിൾ ഷേപ്പാണല്ലേ സമൂസയ്ക്കുള്ളത്. അപ്പോൾ ജോയിൻ ദ ഡോട്ട്സ് ആൻഡ് കളർ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ആ ഒരു ചിത്രത്തിലെ ഡോട്ട്സ് യോജിപ്പിച്ചിട്ട് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിത്രത്തിൽ തന്നിട്ടുള്ളത് പോലെ മക്കൾ കളർ കൊടുത്ത് ഭംഗിയാക്കുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് എറൗണ്ട് ഹോം അല്ലേ. ഇവിടെ എന്താണ്? സിമ്പിൾ ആക്ടിവിറ്റിയാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ എബോവ് ആൻഡ് കളർ ദ വൺ ബിലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മുകളിൽ തന്നിട്ടുള്ള ചിത്രം നോക്കിയിട്ട് അതേ കളർ എന്ത് ചെയ്യുക? താഴെ കൊടുക്കുകയാണ് വേണ്ടത്. സിമ്പിൾ ആക്ടിവിറ്റി അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക? ഹൗ മെനി റൈറ്റ്. ഹൗ മെനി എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ അവിടെ എഴുതണം. അപ്പം ട്രയാങ്കിൾ ആദ്യം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 ആണ് കേട്ടോ. അപ്പം നമുക്ക് 7 എഴുതാം. അടുത്തത് എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്? അപ്പോൾ വീടിനുള്ളിൽ ചെറിയ 2 എണ്ണം ഉണ്ട്. പിന്നെ വീട് 1, പിന്നെയോ ആ ഒരു കാലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ, തൂണായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 3 എണ്ണം ഉണ്ട്. അപ്പോൾ മൊത്തം 6 ആണ്. പിന്നെ സർക്കിൾ എത്ര എണ്ണം ഉണ്ട്? റൗണ്ട് ഷേപ്പിൽ 3 ആണുള്ളത്. അപ്പോൾ മക്കൾ ഒന്നും കൂടെ നോക്കിയിട്ട് വേണം കേട്ടോ എഴുതാൻ, ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന്. അടുത്തതും ഒരു സിമ്പിൾ ആക്ടിവിറ്റിയാണ്. ഒന്നാമത്തെ ബോക്സിൽ ഒരു ട്രയാങ്കിളിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. ചരിച്ചാണ് അല്ലേ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കുക. ഇനി രണ്ടാമത്തെ പിക്ചറിലെത്തുമ്പോൾ 2 ട്രയാങ്കിൾ ഉണ്ട്. അത് ഏതുപോലെയാണോ വരച്ചത് അതുപോലെ വരയ്ക്കുക. അങ്ങനെ ലാസ്റ്റ് ഒരു ഫിഷിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് മക്കൾ വരച്ച് കളറ് കൊടുക്കാനാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഡ്രോ കളർ ആൻഡ് റൈറ്റ് അല്ലേ. ഡ്രോ മാച്ചിങ് ഷേപ്സ് ഓൺ ദ റൈറ്റ് വിങ്സ്. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈസിൻ്റെ റൈറ്റ് വിങ്സിലും കൂടെ ഇതേപോലുള്ള ഡോട്ട് വരച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ ചിറകിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. അപ്പോൾ അതിന് നേരെയുള്ള ഒഴിഞ്ഞ ചിറകിലും 5 ഡോട്ട്സ് വരച്ചു കൊടുക്കുക. താഴെ 3 ആണുള്ളത്. അപ്പോൾ അപ്പുറം ഭാഗത്തും 3 വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി സർക്കിൾസ് ഇൻ ഓൾ. എത്ര സർക്കിൾ ഉണ്ട് മൊത്തം? ആകെ ടോട്ടൽ എത്ര സർക്കിൾ ഉണ്ട്? മുകളിൽ 5 + 5 10, താഴെ 3 + 3 6. അപ്പോൾ 10 + 6 എത്രയാ? 16. ഹൗ ഡിഡ് യു ഫൈൻഡ് ഔട്ട്? എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? ആൻഡ് യുവർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട്സും എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുന്നത്. ഹൗ ഐ ഫൗണ്ട്, ഞാൻ കണ്ടുപിടിച്ചത് ആദ്യം എന്താണ്? ഫസ്റ്റ് മുകളിലുള്ള 2 5ഉം കൂടെ പ്ലസ് ചെയ്തു. 5 + 5 10 ആണ്. പിന്നെയോ താഴെയുള്ള ഒരു 3 കൂട്ടി. അപ്പോൾ 10 + 3 13. വീണ്ടും ഒരു 3 ഉള്ളത് കൂട്ടിയപ്പോൾ 13 + 3 16 എന്ന് കിട്ടി. ഇനി നമുക്ക് അതർ വേസിലെ ബാക്കി വേറെ രീതിയിൽ കൂട്ടുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ഒരു ഭാഗത്തുള്ളത് മുകളിലും താഴെയുമായിട്ട് 5 + 3 8 ആണ്. 8നോട് വീണ്ടും ഒരു 5 കൂട്ടുമ്പോൾ 13. പിന്നെ താഴെയുള്ള 3 കൂട്ടുമ്പോൾ 16. അങ്ങനെ ഏത് രീതിയിലും മക്കൾക്ക് ചെയ്യാം കേട്ടോ. ഇനി താഴെ എന്താ തന്നിട്ടുള്ളത്? ഹൗ മെനി ഡോട്ട്സ് ഓൺ ദ റൈറ്റ് വിങ്. റൈറ്റ് വിങ്ങിൽ എത്ര ഡോട്ട്സ് ഉണ്ട് നോക്കിക്കേ. 1 2 3 4 5 6 അല്ലേ. 6 ഡോട്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ ഡ്രോ ആസ് മെനി ഡോട്ട്സ് ഓൺ ദ ലെഫ്റ്റ് വിങ്. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? 6 ഡോട്ട് ലെഫ്റ്റ് വിങ്ങിലും പിന്നെ വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ ചോദ്യം ചോദിച്ചാൽ നോക്കിക്കേ. ഓൺ ദ ലെഫ്റ്റ് വിങ്, ലെഫ്റ്റ് വിങ്ങിൽ എത്രയാ? 6 ആണ്. ഓൺ ദ റൈറ്റ് വിങ് 6. അപ്പോൾ ടോട്ടൽ എത്രയാ? 6 + 6 12 ആണ് അല്ലേ. അടുത്തതും ഒരു സിമ്പിൾ ആക്ടിവിറ്റിയാണ്. കളർ ദ നെക്സ്റ്റ്. അടുത്തതിന് കളർ കൊടുക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ട്രയാങ്കിളിൻ്റെ പിക്ചർ നോക്കിക്കേ. ഫസ്റ്റ് ഗ്രീൻ ആണ്. പിന്നെ സ്മോൾ ട്രയാങ്കിളിന് യെല്ലോ, പിന്നെയും ഗ്രീൻ, പിന്നെ യെല്ലോ, ഗ്രീൻ, യെല്ലോ, പിന്നെ ഗ്രീൻ അല്ലേ. പിന്നെ അപ്പോൾ സ്മോളിന് ഏതാ വരിക? യെല്ലോ കളർ കൊടുക്കുക. പിന്നെ ബിഗ് ട്രയാങ്കിളിന്
ഗ്രീൻ കളർ കൊടുക്കുക. അപ്പോൾ അതുപോലെ ചെയ്യുക. പിന്നെ സ്റ്റാർസ് ആണുള്ളത്. ഫസ്റ്റ് ബ്ലൂ, റെഡ്, ബ്ലൂ, റെഡ്, പിന്നെ ഇത് കൊടുക്കാം, ബ്ലൂ കൊടുക്കണം, പിന്നെ റെഡ് കൊടുക്കണം. അപ്പോൾ മക്കൾക്ക് ഞാൻ പറയുന്നേ ഉള്ളൂ, മക്കൾ കളർ ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തത് നോക്കിക്കേ, പിങ്ക്, ഗ്രീൻ, വയലറ്റ്. അപ്പോൾ പിന്നെ അടുത്തതും പിങ്ക്, ഗ്രീൻ, വയലറ്റ്, പിങ്ക്, ഗ്രീൻ, വയലറ്റ്. അപ്പോൾ അതുപോലെ തന്നെ അവസാനത്തതിന് മക്കൾ കളർ ചെയ്യാം. അടുത്തത് ലെറ്റ്സ് മേക്ക്. ലുക്ക് അറ്റ് ദ ഷേപ്സ് ഇൻ ദ പിക്ചർ ഓൺ ദ ലെഫ്റ്റ്, കളർ ഓൺലി ദീസ് ഇൻ ദ പിക്ചർ ഇൻ ദ റൈറ്റ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് തന്നിട്ടുള്ള ആ ഒരു പിക്ചർ നോക്കിയിട്ട് അതിലുള്ള സംഭവങ്ങൾ മാത്രം, ട്രയാങ്കിൾ ആയാലും സർക്കിൾ ആയാലും റെക്റ്റാങ്കിൾ ആയാലും അതിലുള്ള ഷേപ്പ് മാത്രം നിങ്ങൾ റൈറ്റ് സൈഡിലുള്ള ആ ഒരു പിക്ചേഴ്സിൽ നിന്ന് നിങ്ങൾ കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ മക്കൾ നല്ല രീതിക്ക് കളറ് കൊടുക്കുക. ആദ്യം 2 കണ്ണുകൾ, പിന്നെ മുഖമായിട്ടുള്ള വലിയ റൗണ്ട് കൊടുക്കണം, വായായിട്ടുള്ള ചെറിയ റെക്റ്റാങ്കിള്, പിന്നെ കൈക്ക് പകരമുള്ള ആ ഒരു 2 ട്രയാങ്കിളിന് കളറ് ചെയ്യുക. പിന്നെ ശരീരമായിട്ടുള്ള ആ ഒരു സ്ക്വയറിന് അല്ലേ, ആ ഒരു റെക്റ്റാങ്കിളിന് കളറ് കൊടുക്കുക. പിന്നെ താഴെ കാല് 2 എണ്ണം ഉണ്ട്, നീളത്തിലുള്ളത് 2 എണ്ണം, പിന്നെ ആ ഒരു വലിപ്പത്തിലുള്ള ചെറിയ 2 കാൽപാദങ്ങളുണ്ട് അല്ലേ, ആ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ അതിന് മക്കൾ നോക്കിയിട്ട് കളറ് കൊടുക്കുക. അങ്ങനെ മൊത്തം എത്ര ഷേപ്പ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 അല്ലേ, 11 ഷേപ്സിന് നിങ്ങൾ കളറ് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് വെഹിക്കിൾസ്. കളർ ദ പിക്ചേഴ്സ്. അപ്പോൾ ഇവിടെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് 2നും കളർ കൊടുക്കുക. എന്നിട്ട് കൗണ്ട് ആൻഡ് റൈറ്റ്. ഇവിടെ വെഹിക്കിൾ ഏതാന്ന് തന്നിട്ടുണ്ട്, അതിൽ ഓരോന്നിലും ട്രയാങ്കിൾ എത്ര, റെക്റ്റാങ്കിൾ എത്ര, പിന്നെ സർക്കിൾ എത്ര, അത് എണ്ണി എഴുതണം. എന്നിട്ട് താഴെ മൊത്തം 2 വെഹിക്കിളിലും കൂടെ എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട് എന്ന് താഴെ ടോട്ടൽ ചെയ്ത് എഴുതാനാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എണ്ണി നോക്കിയിട്ട് എഴുതുന്നുണ്ട്, എന്നാലും മക്കളൊന്നും കൂടെ എണ്ണീറ്റ് വേണം കേട്ടോ എഴുതാൻ. എങ്ങാനും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശരിയാക്കിയിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വെഹിക്കിളിൻ്റെതാണ് തന്നിട്ടുള്ളത്. അതിൽ 2 ട്രയാങ്കിളാണ്, പിന്നെ 3 റെക്റ്റാങ്കിളാണ്, 2 സർക്കിളാണ്. പിന്നെ സെക്കൻഡ് വെഹിക്കിളിൽ 5 ട്രയാങ്കിൾ, 12 റെക്റ്റാങ്കിൾ, 3 സർക്കിളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 7 ആണ് അല്ലേ. 2 + 5 7 ആണ്. പിന്നെ റെക്റ്റാങ്കിൾ എത്രയാ? 3 + 12 എത്രയാ? 15. പിന്നെ സർക്കിൾ എത്ര ഉണ്ട്? 2 + 3 5 ആണ്. ഇനി നെക്സ്റ്റ് എന്താണ്? ഡ്രോ ദ നെക്സ്റ്റ്. നേരത്തെ നമ്മൾ കളർ ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ഏതാന്ന് നോക്കിയതുപോലെ തന്നെ ഇതിൽ വരയ്ക്കാനാണ് കേട്ടോ. ഡ്രോ ദ നെക്സ്റ്റ് ഫിഗർ ഇൻ ഈച്ച്. അപ്പം നമ്മൾ ഒരു ചിത്രം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പാറ്റേൺ നോക്കിയിട്ട് നെക്സ്റ്റ് എന്താണെന്ന് വരയ്ക്കണം. ഇവിടെ ഫസ്റ്റത്തെ എന്താണ്? റെക്റ്റാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ്, റെക്റ്റാങ്കിൾ ഉണ്ട്, പിന്നെ അത് ചേർക്കുന്ന ഒരു ലൈന്, വീണ്ടും റെക്റ്റാങ്കിൾ, അങ്ങനെയാണ്. അപ്പോൾ ലൈന് കഴിഞ്ഞാൽ എന്താ വേണ്ടത്? നിങ്ങൾ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. പിന്നെ സെക്കൻഡ് പിക്ചർ എന്താണ്? ഒരു ട്രയാങ്കിൾ, പിന്നെ 2 ട്രയാങ്കിൾ, പിന്നെ 3 ട്രയാങ്കിൾ, പിന്നെ ഏതായിരിക്കും വരിക? 4 ട്രയാങ്കിൾ അല്ലേ. 4 ത്രികോണങ്ങൾ വേണം. അടുത്തതൊരു സർക്കിളിൻ്റെ ഉള്ളിൽ എത്ര ഡോട്ട് ഉണ്ട്? 1 2 3 4 5 ഉണ്ട്. അടുത്ത സർക്കിളിൻ്റെ ഉള്ളിലോ 4 ആണ്. അടുത്ത സർക്കിളിൻ്റെ ഉള്ളിൽ 3 ആണ്. അടുത്ത സർക്കിളിൻ്റെ ഉള്ളിൽ 2 ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ലാസ്റ്റ് സർക്കിളിൻ്റെ ഉള്ളിൽ എത്രയായിരിക്കും? 1 ആണ് അല്ലേ. അപ്പോൾ മക്കൾ അതുപോലെ വരയ്ക്കണേ. പിന്നെ നെക്സ്റ്റ് നോക്കിക്കേ, 1 ആണുള്ളത് ഒരു ചിത്രം അല്ലേ. ഒരു സർക്കിളിൻ്റെ താഴെയായിട്ട് ഒരു പിന്നെ ലൈന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 എണ്ണം ഉണ്ട്, പിന്നെ 3 എണ്ണം ഉണ്ട്, പിന്നെയോ അപ്പോൾ എത്ര എണ്ണം വരയ്ക്കണം? പിന്നെ 4 എണ്ണം വരയ്ക്കണം, 4 വരയ്ക്കണം അല്ലേ. അടുത്തത് ട്രയാങ്കിൾ ആണ് അല്ലേ. ഫസ്റ്റ് ഒരു ബോക്സ് ഉണ്ട്, പിന്നെ 2 ബോക്സ് ഉണ്ട്, പിന്നെ 3 ബോക്സ്, പിന്നെ അതുപോലെ 4 എണ്ണം വരയ്ക്കണം. പിന്നെ നെക്സ്റ്റ് എന്താണ്? 4 ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ പിന്നെ സർക്കിൾ ഉണ്ട്, റൗണ്ട് ഉണ്ട്, പിന്നെ 3 ട്രയാങ്കിൾ ഉണ്ട്, 2 പിന്നെ റൗണ്ട് ഉണ്ട്, ഇനി 2 ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ എത്ര സർക്കിൾ വേണ്ടി വരും? 3 സർക്കിൾ വേണ്ടി വരും അല്ലേ. അപ്പോൾ ഒരു റഫായിട്ട് ഇതിൽ കഴിയുന്ന രീതിയിൽ വരച്ചതാണ് കേട്ടോ. മക്കൾ വൃത്തിയിൽ വരയ്ക്കണേ.
നെക്സ്റ്റ് കണക്ഷൻസ്. കണക്ട് ഈച്ച് ഫിഗർ അറ്റ് ദ സെൻറ്റർ ടു ഒബ്ജക്ട്സ് ഓഫ് ദ സെയിം ഷേപ്പ്. അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഏതാണോ നോക്കിയിട്ട് ആ ഒരു സെൻറ്ററിലുള്ള പിക്ചേഴ്സുമായിട്ട് യോജിപ്പിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബുക്ക് ഏതാണ്? ട്രയാങ്കിളാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ ലൈൻ യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പൊറോട്ട ഏതാണ്? സർക്കിളാണ്. സമൂസ ട്രയാങ്കിളാണ്. ബോക്സ് റെക്റ്റാങ്കിളാണ്. ക്ലോക്ക് അതുപോലെ തന്നെ സർക്കിളാണ്. പിന്നെ മുത്ത് സർക്കിളാണ്. ഫോണ് പിന്നെ റെക്റ്റാങ്കിളാണ്. പ്ലേറ്റ് സർക്കിളാണ്. പിന്നെ ഒരു ഇല തന്നിട്ടുണ്ട്, അത് ട്രയാങ്കിളാണ്. അപ്പോൾ അങ്ങനെ യോജിപ്പിക്കാം. ഇനി താഴെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഡ്രോ എനി ഒബ്ജക്റ്റ് ഓഫ് ദ സെയിം ഷേപ്പ് സീൻ അറൗണ്ട് യു. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാട് ഇതുപോലെയുള്ള ഷേപ്പിലുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടാവും, എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സെർച്ച് ചെയ്ത് അതവിടെ വരയ്ക്കുക കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പിലുള്ളതും റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതും റൗണ്ട് ഷേപ്പിലുള്ളതും ഒക്കെ മക്കൾ നോക്കിയിട്ട് അവിടെ വരയ്ക്കുക. നെക്സ്റ്റ് സോങ് ഓഫ് ഷേപ്സ്. ഷേപ്സിനെ കുറിച്ചിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സോങ് ഉള്ളത്. വാട്ട് ഈസ് റൗണ്ട്? വാട്ട് ഈസ് റൗണ്ട്? ദോശ ഈസ് റൗണ്ട്. ദോശ ഈസ് റൗണ്ട്. വാട്ട് ഈസ് റൗണ്ട്? വാട്ട് ഈസ് റൗണ്ട്? ബാങ്കിൾ ഈസ് റൗണ്ട്. ബാങ്കിൾ ഈസ് റൗണ്ട്. പിന്നെ നമുക്കത് മേച്ചാക്കി എങ്ങനെ എഴുതാം? വാട്ട് ഈസ് റൗണ്ട്? വാട്ട് ഈസ് റൗണ്ട്? ക്ലോക്ക് ഈസ് റൗണ്ട്. ക്ലോക്ക് ഈസ് റൗണ്ട്. നെക്സ്റ്റ് വാട്ട് ഈസ് ഒബ്ലോങ്? വാട്ട് ഈസ് ഒബ്ലോങ്? ബോക്സ് ഈസ് ഒബ്ലോങ്. ബോക്സ് ഈസ് ഒബ്ലോങ്. ഒബ്ലോങ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണ് കേട്ടോ. പിന്നെ വാട്ട് ഈസ് ഒബ്ലോങ്? വാട്ട് ഈസ് ഒബ്ലോങ്? ബിസ്ക്കറ്റ് ഈസ് ഒബ്ലോങ്. ബിസ്ക്കറ്റ് ഈസ് ഒബ്ലോങ്. പിന്നെ എന്താണ് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളത്? നമുക്ക് ഫോൺ എഴുതാം അല്ലേ. വാട്ട് ഈസ് ഒബ്ലോങ്? വാട്ട് ഈസ് ഒബ്ലോങ്? ഫോൺ ഈസ് ഒബ്ലോങ്. ഫോൺ ഈസ് ഒബ്ലോങ്. അപ്പോൾ ഇതുപോലെ ഓരോ സാധനങ്ങളുടെ പേര് മാറ്റിയിട്ട് എത്ര ലൈൻസ് വേണമെങ്കിലും നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ മക്കൾക്ക് ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണല്ലേ ഇത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. 3 ഷേപ്പാണ് കാര്യമായിട്ട് ഇതിൽ പഠിച്ചിട്ടുള്ളത്. ട്രയാങ്കിള്, റെക്റ്റാങ്കിള്, സർക്കിള്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പിക്ചേഴ്സ് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.